ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മറ്റു പുരാണ കഥാപാത്രങ്ങളുടെയും വേഷമണിഞ്ഞ ബാലിക ബാലന്മാരും കേരളീയ വേഷമണിഞ്ഞ അമ്മമാരും പുരുഷന്മാരും ഈ ശോഭായാത്രയിലുണ്ടാകും. ഈ ശോഭായാത്ര വാദ്യമേളങ്ങളുടെയും നാമജപങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ അതിനോട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വയനാട് ജില്ലയെ ഈ ആഘോഷത്തിൽ നിന്നും ബാലഗോകുലം ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഭാരതത്തിനെമ്പാടും തന്നെ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി ആഘോഷിക്കുകയാണ്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. നമുക്കറിയാം, നമ്മുടെ ഈ മണ്ണ് പുണ്യമാണെന്നും ആ മണ്ണിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അത് നമ്മളെ രക്ഷിക്കുമെന്നും നമുക്കറിയാം. അതുപോലെ പവിത്രമാണ് നമ്മുടെ ജന്മം. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറഞ്ഞ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജന്മം പവിത്രമാണ്. ഈ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക്, സമാജത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയാണ് ബാലഗോകുലത്തിൻ്റെ ഉദ്ദേശം. ആ ബാലഗോകുലത്തിൻ്റെ ഈ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ സജ്ജനങ്ങളും നമ്മുടെ പരമപവിത്രമായിട്ടുള്ള ഈ പതാക ദിനത്തിലും 26-ാം തീയതി നടക്കുന്ന മഹാശോഭായാത്രയിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ, നാരായണ 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 നമോ നമോ, നാരായണ 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 നമോ നമോ, നാരായണ നാരായണ നാരായണ